പനമരം കാട്ടിക്കുളം കുറുക്കൻമൂല വഴി തിരുനെല്ലിക്കുള്ള യാത്രയാണ്. വളരെ രസകരമായ യാത്രയാണ്. അപ്പുറം ഇപ്പുറം കാടാണ്. എങ്ങോട്ട് നോക്കിയാലും കാടും കുഴികളും ഉള്ളൊരു നാട്. ഇത്ര ദൂരം ഒറ്റയ്ക്ക് എങ്ങനെയെന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കുള്ള മനുഷ്യരല്ലേ? മനുഷ്യൻ കൂട്ടായി ജീവിക്കുകയും കൂട്ടായി സ്നേഹിക്കുകയും കൂട്ടായി മരിച്ചു പോവുകയും ചെയ്യുമ്പോഴും നമ്മളൊക്കെ വൈകാരികമായി ഹൃദയം കൊണ്ട് ഒറ്റയ്ക്കല്ലേ യഥാർത്ഥത്തിൽ? തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയ ആൾക്കൂട്ടത്തിനും ആരവങ്ങൾക്കും ഇടയിൽ നിൽക്കുമ്പോഴും സ്വന്തം ഹൃദയത്തോട് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒറ്റയ്ക്കുള്ള മനുഷ്യനാണ് ജീവിതത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് ഇബ്സൻ്റെ ജനശത്രു എന്ന നാടകത്തിൻ്റെ ഒടുക്കം പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ളൊരു വലിയ അനുഭവമാണ്, നമ്മളെ ശക്തനാക്കുന്ന അനുഭവമാണ്. ആരുമില്ലെങ്കിലും ഇക്കാണുന്ന കാടും കിളികളും ഉണ്ടല്ലോ. ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരകളുണ്ട് താരങ്ങളുണ്ട്, അപ്പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട് കനിവഴും, സ്വപ്നങ്ങളുണ്ട് കണ്ണീരും ഉണ്ടെന്ന് സുധോമ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഒറ്റയ്ക്കാകുന്ന മനുഷ്യൻ ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റയ്ക്ക് നടക്കുമ്പോഴും കൂടെ ആരെങ്കിലും ഉണ്ടാകണം എന്നൊരാഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. ഇടത് കൈയിൽ വലത് കൈ ചേർത്ത് പിടിച്ച് നടക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന വല്ലാത്ത ആഗ്രഹം ജനിപ്പിക്കാൻ ഈ ഒറ്റയ്ക്കുള്ള യാത്രകൾക്ക് കഴിയും. ONV എഴുതിയതുപോലെ, കാതരയായ ഒരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. അരികിൽ ആരെങ്കിലും ഉണ്ടാകണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം. ഒറ്റയ്ക്ക് ഉള്ള ഒരു അനുഭവം ഒരു വലിയ അനുഭവമാണ്.